അടുത്ത മാസം 5-ാം തീയതി ആകുമ്പം മോള് പോയിട്ട് 1 വർഷം ആവുകയാണ്. ഈ 1 വർഷം കൊണ്ട് പറയാവുന്നവരടുത്തെല്ലാം പറഞ്ഞിരുന്നു. ആരും ഒന്നും ചെയ്തതോ ഒന്നുമില്ല. ഇന്നൊരു 4 മണിയായപ്പം വക്കീൽ ഇതണക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കോടതി നമുക്ക് അനുകൂലമായിട്ട് ഇതുപോലെ വിധി പോലെ വന്നിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അന്വേഷണത്തിന് ഓർഡർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ സമയം എനിക്ക് വളരെ വിലപ്പെട്ടത്, അതിൽ ഒത്തിരി സന്തോഷമാണു. കാരണം നമ്മൾ സാധാരണക്കാരെ പോലെ ഒരാൾക്ക് ഇത്ര പെട്ടെന്നൊരു വിധി, 1 വർഷം എന്ന് പറയുന്നത് നല്ലൊരു ഗ്യാപ്പാണ്. പക്ഷെ എങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വിധി എൻ്റെ കുഞ്ഞിന് വന്നതിൽ എനിക്ക്, ആ കേസ് ഏറ്റെടുത്തല്ലോ കോടതി എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പോയത് എനിക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല. പക്ഷെ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ചികിത്സ തേടി ചെല്ലുമ്പം അവരെ വിശ്വസിച്ചല്ലേ നമ്മൾ ചെല്ലുന്നത്. അതിന് ഇനിയൊരു മനുഷ്യനും ഇങ്ങനൊരവസ്ഥ വരരുത്, അതിനായിട്ടുള്ള പോരാട്ടമുള്ളൂ. ഷഫീദ, മെയ് 5-ന് കുഞ്ഞ് മരിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. എന്തായാലും 1 വർഷം എന്ന് പറയുന്ന ആ കാലയളവിൽ തന്നെ ഇത്തരത്തിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടായതിൽ അതിൽ ആശ്വാസമുണ്ടെന്നാണ് അമ്മ പറയുന്നത്. സഹായിയാണ് പറയുന്നത്. പോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. ഷഫീദ, തുടരാം. കൃഷ്ണ, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യ സംവിധാനങ്ങളിലെ വീഴ്ച, അതുമൂലം ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങളിലൊക്കെ സാങ്കേതികമായിട്ടുള്ള വിവരശേഖരണവും തെളിവ് ശേഖരണവും ഒക്കെ വളരെ പാടാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ തന്നെ 2025 മെയ് മാസം കുട്ടി മരിക്കുന്നു. അതിന് പിന്നാലെ ചികിത്സാ പിഴവ്, പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് ഈ മാതാവ് പുനലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ്. അതിനുശേഷമാണ് മരിച്ച കുട്ടിക്ക് നൽകിയ ചികിത്സ സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കുട്ടിയുടെ മാതാവ് താലൂക്ക് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കൃത്യമായ വിവരങ്ങൾ നൽകാതെ ഈ പ്രതികളായ ഡോക്ടർമാരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് കുട്ടിയുടെ മാതാവ് ഹബീറ ഈ പുനലൂർ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത ഈ കേസിൽ പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടാണ് കോടതി ഒരു FIR ഇടാൻ, ഡോക്ടർമാർക്കെതിരെ FIR ഇട്ട് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം പോലീസിന് നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ FIRന്റെ വിവരങ്ങൾ അത് പുറത്തേക്ക് വന്നിരുന്നില്ല എന്ന് ഈ മാതാവിന്റെ അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകന്റെ ആ ഒരു പ്രതികരണം കൂടെ നമുക്ക് കേൾക്കാം. ഈ കേസിലെ പരാതിക്കാരിയുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത്, ഈ കുട്ടിയെ ഈ തെരുവുനായ കടിച്ചതിന് ശേഷം നേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇതിന്റെ ചികിത്സയ്ക്കായി എത്തിയ സമയം കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് യഥാവിധി അല്ല എടുത്തത് എന്നായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. ഇതിലേക്കായി ആ എടുത്ത ഇഞ്ചക്ഷൻ, ആ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ് എടുത്ത ഇഞ്ചക്ഷൻ അപാകമായും അശ്രദ്ധമായും രീതിയിലാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ എടുത്തതെന്നും, അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ കേസിലെ പരാതിക്കാരി വിവരാവകാശ നിയമപ്രകാരം കൊടുത്തിരുന്ന അപേക്ഷകളെല്ലാം തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് കൃത്യമായ രീതിയിലുള്ള മറുപടി കൊടുക്കാതെ, ആര് ഇഞ്ചക്ഷൻ എടുത്തെന്നോ, എങ്ങനെ എടുത്തെന്നോ, ഏത് തരത്തിലുള്ള മരുന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.